സ്റ്റാർ മണ്ഡലങ്ങളിലൊന്നാണ് വട്ടിയൂർക്കാവ്. ഏവരും വളരെ ആകാംക്ഷയോടെയാണ് ഇവിടുത്തെ തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. BJP മുൻ DGP R. ശ്രീലേഖയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിൽ നിന്നും മുരളീധരന്റെ പേരും ഇടതിൽ നിന്നും VK പ്രശാന്തിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നൊന്ന് അറിഞ്ഞിട്ട് വരാം. ഇവിടുത്തെ ഇലക്ഷനിൽ ഇനി ആരായിരിക്കും ജയിക്കാൻ പോകുന്നത് വട്ടിയൂർക്കാവ് MLA? ശ്രീലേഖ ജയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് ശ്രീലേഖ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു സ്ത്രീ പ്രതിനിധി വരുമ്പോഴത്തേക്കും സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള കൂടുതൽ വികസനം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്. ഒരു പുരുഷ പ്രതിനിധിയേക്കാൾ ഒരു സ്ത്രീ പ്രതിനിധി വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്? വരണം, ഇത്രയും നാളില്ലാത്ത മാറ്റം ഇനി വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ടാണ് BJP വരണമെന്ന് പറയുന്നത്. പ്രതീക്ഷിക്കുന്നത് BJP വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ്. അപ്പം ഇത്രയും നാളും ഇവിടെ ഒരു പുരുഷ നേതാവ് അല്ലെങ്കിൽ ഒരു VK പ്രശാന്ത്, അദ്ദേഹമായിരുന്നു ഇവിടുത്തെ MLA. അദ്ദേഹത്തിലുപരി അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് എന്താണ് പറയാൻ? എനിക്ക് പറയാൻ വലിയ അഭിപ്രായങ്ങളൊന്നുമില്ല. എനിക്ക് പറയാനൊന്നുമില്ല. ഇത്രയും അവിടെ ഇടിച്ചു പൊളിച്ചിട്ടിട്ട് ഇത്രയും നാളായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തില്ലല്ലോ. എത്രയോ കാലമുണ്ട് ഞാനിവിടെ വന്നിട്ട് തന്നെ 30-35 വർഷമാവണം. ഇതുവരെയും ഒരു വികസനം ഞാൻ ഇതുവരെയും കണ്ടില്ല. ഈ വട്ടിയൂർക്കാവിൽ ഒരു വികസനം കണ്ടില്ല. ഇപ്പോൾ ഒരു വർഷമായില്ലേ ഇവിടെ ഇടിച്ചു പൊളിച്ചിട്ടിട്ട്. അതിനൊക്കെ ഒരു മാറ്റം വട്ടിയൂർക്കാവിൽ വരണം. BJP തന്നെ വരണം. ചേട്ടാ, തിരുവനന്തപുരത്ത് ഒരു സ്റ്റാർ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അപ്പം ഇനി ഈ മണ്ഡലത്തിൽ ഏത് നേതൃത്വമായിരിക്കും? BJP R. ശ്രീലേഖയെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതെന്താണ് ചേട്ടാ BJP ജയിക്കുമെന്ന് പറഞ്ഞത്? ഇവിടെ ഒരു MLA ഉണ്ടല്ലോ, എല്ലാത്തിനും തട്ടിപ്പല്ലേ. ഇവിടെ ആവശ്യത്തിനുള്ള വികസനങ്ങളൊക്കെ നടത്തിയെന്ന് പലരും അഭിപ്രായപ്പെട്ടു. വികസന നായക സുഗതൻ എന്ന് പറഞ്ഞ പയ്യുണ്ട്, അവൻ തന്നെയാണ്. അവൻ കാരണമാണ് ഇത് പൊളിച്ചെങ്കിലും ഇട്ടത്. അല്ല, ഇവിടെ വികസന നായകനൊന്നുമല്ല, സമര നായകനേ ഉള്ളൂ. അപ്പോൾ ഒരു സ്ത്രീ, ഒരു ശക്തി ആർജിച്ച ഒരു സ്ത്രീ തന്നെ വരണമെന്നാണ് ചേട്ടാ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ ആഗ്രഹം. എന്താ പെട്ടെന്നൊരു മാറ്റം അല്ലെങ്കിൽ ജനകീയ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല MLA. പക്ഷേ അവരുടെ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അവരെ കൊണ്ടുള്ള കാര്യങ്ങൾ. കോർപ്പറേഷനിൽ ഒരു മാറ്റം കാണിച്ചതുപോലെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. ചേട്ടാ, തിരുവനന്തപുരത്തെ ഒരു സ്റ്റാർ മണ്ഡലമാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. അപ്പം അതെ, അപ്പം ആ ഒരു കടുത്ത മത്സരത്തിൽ ഏത് പാർട്ടിയായിരിക്കും ഇവിടെ വിജയിക്കുക? പുതിയൊരു നേതൃമാറ്റം ഉണ്ടാകുമോ? ഉണ്ടാകുമല്ലോ. കോൺഗ്രസ് ആണ് വരേണ്ടതെന്നാണ് നമ്മുടെ ആവശ്യം. പാർട്ടി മാറി മാറി വരണമല്ലോ. കോൺഗ്രസ് ആണ് വരേണ്ടത്. K. മുരളീധരൻ തന്നെ വരണം. അപ്പം ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്? ഇവിടെ വികസനത്തിൻ്റെ ഇതൊക്കെ നമുക്കിപ്പം വേണം. അപ്പം ഇവിടുത്തെ എന്താ മുൻപ് ഇരുന്ന MLA ഒക്കെ വികസന പ്രവർത്തനങ്ങൾ എത്രയധികം വികസനം ഇല്ലെന്നല്ലല്ലോ ഞങ്ങൾ പറയുന്നത്. K. മുരളീധരൻ സാറിന് ഒരു ചാൻസ് കൊടുക്കണമല്ലോ. അദ്ദേഹം വന്നത് നോക്കട്ടെ. അപ്പോൾ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണല്ലേ വട്ടിയൂർക്കാവിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരു മാറ്റത്തിന് വേണ്ടിയാണ്. അന്ന് അദ്ദേഹത്തെ പാർട്ടി നിർദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം വടകര മത്സരിക്കാൻ പോയത്, നേമത്ത് വന്നത്. അന്ന് പിന്നെ നേമത്തുനിന്ന് ഇവിടെ വരാനുള്ള ചാൻസ് ഇല്ലല്ലോ. K. മുരളീധരനാണ് ചാൻസ് കൂടുതൽ. നമ്മളെ പോലെയുള്ളവരുടെ വോട്ട് ഏറ്റവും കൂടുതൽ കിട്ടാനും ചാൻസ്, വ്യക്തിഗത വോട്ട് കിട്ടാൻ അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. പാർട്ടിയല്ലല്ലോ നമ്മൾ നോക്കുന്നത്. വ്യക്തിഗതമായ വോട്ട് K. മുരളീധരന് കൊടുക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പൊതുവേ ഉള്ള ഇപ്പോഴത്തെ റിപ്പോർട്ടും അങ്ങനെയാണ്. എല്ലാവരുടെ മനസ്സിൽ ഈ കാണിക്കുന്ന ആവേശമൊന്നും അപ്പോഴും കാണില്ല. പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ എല്ലാവരുടെ ഇതും മാറും, അതിന് ഉറപ്പാണ്. സാറ് വരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. എന്ത് ആവശ്യം എന്ന് സാറിൻ്റെ അടുത്ത് നമുക്ക് ധൈര്യമായിട്ട് ചോദിച്ചാൽ അത് ഇതുവരെ നിറവേറ്റി തന്നിട്ടേ ഉള്ളൂ. സാധാരണക്കാരോട് എപ്പോഴും നിൽക്കുന്നതാണ്, നമ്മുടെ തോളോട് ചേർന്ന് നിൽക്കുന്നതാണ്. അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു പവറൊന്നും അദ്ദേഹത്തിനില്ല. പാർട്ടി എന്നല്ല, അദ്ദേഹം ഒരു വ്യക്തിയാണ് നോക്കുന്ന ഒരു ആളാണ്. അതാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഇത്ര ഇഷ്ടം. ഇവിടെ പ്രശാന്ത് ജയിക്കും. VK പ്രശാന്ത് ജയിക്കും. അത് സംശയമൊന്നും വേണ്ട. ഒരു മാറ്റം കുറിക്കുമോ? മാറ്റം വല്ല പ്രശാന്ത് ജയിച്ചിരിക്കും. അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ട്. ഇനി അദ്ദേഹം ജയിച്ചാൽ നല്ല കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ വട്ടിയൂർക്കാവ് ഇലക്ഷൻ ചൂടിനോട് ഇങ്ങനെ അടുത്ത് വരികയാണ്. ചേട്ടൻ വട്ടിയൂർക്കാവുള്ളതല്ലേ? ഏത് നേതൃത്വമായിരിക്കും ഇനി വട്ടിയൂർക്കാവിൽ വരാൻ പോകുന്നത്? എൻ്റെ അറിവിൽ മുരളി ജയിക്കുമെന്നാണ്. മുരളി സാർ ജയിക്കുമെന്നാണ്. അദ്ദേഹം മുൻപ് ഇലക്ഷനിൽ നിന്ന് ജയിച്ചിട്ട് 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് സ്ഥലം വിട്ട ആളല്ലേ? അത് പാർട്ടിക്കാരെ, അത് പാർട്ടി പറയണ മാറി പോയല്ലേ പറ്റുള്ളൂ. അല്ല, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നിന്ന് മത്സരിച്ചിട്ട് അങ്ങനെ പോകുന്നത് ശരിയാണ്? ഇവിടുത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങേരേക്ക് സഹായിക്കുന്ന അങ്ങേര് നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ ആ മനുഷ്യനെ കാണുമ്പോൾ വോട്ട് ചെയ്തു പോകും ചെയ്യാത്തവരും. അതാണ് കണക്ക്. അല്ല, അദ്ദേഹം ഇനിയും ഇവിടെ ജയിച്ചിട്ട് വീണ്ടും അങ്ങനെ പോവില്ല. ഇയാൾ ഇവിടെ ഈ മണ്ഡലത്തിലെ ആളാണ്. പിന്നെ അന്ന് വിളിച്ച് പോയെന്ന് പറഞ്ഞുകൊണ്ട് അത് വേറെ കണക്ക്.
അത് ജനങ്ങളോട് ചെയ്യുന്ന ഒരു ദ്രോഹമല്ലേ? രോഗമൊന്നുമല്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് അത് രോഗമെന്ന് പറയാൻ പറ്റില്ല. പാർട്ടി നേതാക്കൾ വിളിക്കുമ്പോൾ പാർട്ടിയുടെ ആൾ വിളിക്കുമ്പോൾ പോയാലേ പറ്റുള്ളൂ, മാറി നിൽക്കുന്നത് പെയ്യാലേ പറ്റുള്ളൂ. പക്ഷേ അയാളെ ഇനി ജയിക്കുള്ളൂ. ഇവിടെ പ്രസാദ് ഇവിടെ ജയിച്ചെന്ന് പറയണം, 2 പ്രാവശ്യം ജയിച്ചെന്ന് പറയണം. അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ജയിച്ചു, അല്ലേ ജയിക്കില്ല. അയാൾ നല്ലൊരു മനുഷ്യനാണ് മുരളി. അപ്പൊ ഇനിയും ജയിക്കുമ്പോഴത്തേക്കും അദ്ദേഹം ജനങ്ങളെ പറ്റി അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ പോയാൽ പോകില്ല. ഈ മണ്ഡലത്തിൽ നിന്ന് അയാൾ പോകില്ല. പാഠം പഠിച്ച് വരെയാണ്. ഇവിടുന്ന് പോയാൽ രക്ഷപ്പെടുമെന്ന് അറിയാം. ഇവിടെ നിന്ന് ജയിക്കും. രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവിടെ നിന്ന് ജയിക്കുന്നത്. ജയിക്കും. സംശയമില്ല. 500 വോട്ടിലെങ്കിൽ ജയിച്ചിരിക്കും. അത് നമ്മളെ കണക്കാണ്. ജയിക്കും. അയാൾ നല്ലൊരു മനുഷ്യനാണ്. അതാണോ ഈ വട്ടിയൂർക്കാവ് ജനങ്ങളുടെ ഒരു മനസ്സിലിരിപ്പ്? അതാണ് എൻ്റെ മനസ്സിലിരിപ്പല്ല, ജനങ്ങളെ മനസ്സിലിരിപ്പ് അതാണ്. അയാൾ നല്ലൊരു മനുഷ്യനാണ്. ജയിക്കും. ജയിക്കണമെന്ന് സാധ്യത ഉണ്ട്. ജയിക്കും.